സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആസാമിലാട്ടോ. ആസാമിലൊരു വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. കത്തിലങ്സോ എന്നാണ് വെള്ളച്ചാട്ടത്തിൻ്റെ പേര് കേട്ടോ. അങ്ങനെ പുരിയിൽ നിന്ന് ഞാൻ സിലിഗുരിയിലേക്ക് പോവുകയായിരുന്നു. സിലിഗുരിയിൽ വെച്ചിട്ടാണ് എനിക്ക് ഈ പിള്ളേരെ കിട്ടിയത്. ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അവിടെ നിന്ന് കിട്ടിയ 2 പിള്ളേർ വഴി എനിക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടി കേട്ടോ. ഇവിടുത്തെ മിക്ക ലോക്കൽ പിള്ളേർ ഇവരുടെ കൂട്ടുകാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള കുറേ ലോക്കൽ സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോവാണ്. പോകുന്ന വഴിയിലൊക്കെ ഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാം. മിക്ക വീടുകളും ടിൻ ഷീറ്റ് കൊണ്ടാട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ വീടുകളുടെ പകുതി മുക്കാലും എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബമ്പും ഉണ്ടല്ലോ, അതായത് നമ്മുടെ നാട്ടിലെ മുള കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. മിക്ക വീടുകളും മരത്തിൻ്റെ വീടുകളാണ് കേട്ടോ. അതേപോലെ തന്നെ വേലികളും അതേപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കാർബി ആങ്ലോങ് എന്നാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് ആങ്ലോങ് എന്നാണ് പറയുന്നത്. ആസാമിൽ ഒരുപാട് കൾച്ചർ ഉണ്ട് കേട്ടോ. അതിൽ ഒന്നാണ് ബോറോ എന്ന് പറയുന്നത്. എന്നെ വഴിയിൽ നിന്ന് കണ്ടുവരും ബോറോയിലെ ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ആ പിള്ളേരാണ് നമ്മുടെ കൂടെ വരുന്നത്. പോകുന്ന വഴിയിൽ പിള്ളേരെല്ലാം വളരെ സപ്പോർട്ടാണ് കേട്ടോ. ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് ടാറ്റയൊക്കെ തരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആസാം ഇത്തിരി ഡേഞ്ചറാണ് എന്നൊക്കെ ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ ഈ ടൗണിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അധികമൊന്നും ഡെവലപ്പ് ആകാത്ത ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് പോയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മാഗിയൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. ഇവിടെ ബുള്ളറ്റ് അല്ലെങ്കിൽ ക്ലാസിക്കുകൾ വണ്ടികളൊന്നും തീരെയില്ല. റോയൽ എൻഫീൽഡ് വണ്ടികൾ റെയറായിട്ടാണ് നമുക്കവിടെ കാണാൻ പറ്റുക. ഇവിടെ എല്ലാവരുടെ കയ്യിൽ മീഡിയം റേഞ്ചുള്ള 110 cc വണ്ടികൾ, 150 cc വണ്ടി മാത്രമാണ് ഈ ഒരു ഏരിയയിലുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയുള്ള പിള്ളേരോട് ചോദിച്ചപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം വലിയ ഹൈ പ്രൊഫൈൽസ് ആൾക്കാർ മാത്രമാണ് ഇവിടെ ബുള്ളറ്റ് എല്ലാം കയ്യിൽ വെക്കുകയുള്ളൂ. അല്ലാത്തവരെല്ലാവരും സാധാരണ വണ്ടികൾ മാത്രമാണ് മേടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കത്തിലങ്സോ എന്ന് പറയുന്ന വാട്ടർഫാളിലെത്തിയിട്ടോ. ഈ വാട്ടർഫാളിൽ ഒരു സ്ട്രീമും കൂടി ഉണ്ട്. ഈ സ്ട്രീം ഒഴുകുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ക്യാന് ഞാൻ എടുത്തിട്ടുണ്ട്. ക്യാനും അതുമാത്രമല്ല ചെറിയ നമ്മുടെ മിനി പോർട്ടബിൾ സ്റ്റവ് ഉണ്ടല്ലോ, അതും കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ക്യാന്. ഈ ക്യാന് വെച്ചിട്ടാണ് നമ്മളിന്ന് മാഗി ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ മാഗി മേടിച്ചില്ല. കാര്യമെല്ലാം പ്ലാൻ ചെയ്ത് പോയിട്ട് മാഗി മേടിക്കാൻ മറന്നുപോയി. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഭാഷയിൽ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ലാണ്ട് ദൈവം നിൽക്കുന്നുണ്ട്. ഇവനാണ് നമ്മളെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാട്ടർഫാളിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒഴുകുന്ന അരുവിയാണ് കേട്ടോ ഇത്. ഈ അരുവിയിൽ സൂര്യനടിക്കുമ്പോൾ തിളങ്ങുന്നത് കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ. അങ്ങനെ അവസാനം ഒരു കടയിൽ കയറി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കടയാണ്. ഇതിൽ നമ്മുടെ നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ വേറെ ഒരു ടൈപ്പ് മാഗി പോലത്തെ ഒരു ചെറിയ സാധനം, അതായത് 10 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പാക്കറ്റ്, ആ പാക്കറ്റ് മേടിച്ച് മാഗി ഉണ്ടാക്കാമെന്ന് ലാസ്റ്റ് എല്ലാവരും തീരുമാനിച്ചു. ഇവിടെ ആസാമിൽ മൊത്തം മലകളായതുകൊണ്ട് മണ്ണിടിച്ചിൽ ഇവിടെ മിക്ക സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ഒരു മണ്ണിടിച്ചിലാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന അരുവിയാണിത്. ഇത് ഒരുത്തൻ തലയിൽ ചട്ടിയും കമത്തിയിട്ടാണ് വരുന്നത്. ഈ ചട്ടിയും കൊണ്ടാണ് ഞങ്ങൾ മാഗി ഉണ്ടാക്കുന്നത്. ഈ പോകുന്ന അരുവിയുടെ തൊട്ട് മുകളിലായിട്ട് നമ്മളെല്ലാവരും വണ്ടി വെക്കും. ഇവിടുത്തെ പിള്ളേരെല്ലാം വളരെ സന്തോഷമാണ് കേട്ടോ. ഞാൻ ഏതോ ഫോറിനറെ പോലെയാണ് എന്നോട് സ്വീകരിക്കുന്നത്. അതുമാത്രമല്ല, എൻ്റെ കയ്യിലുള്ള ചെയറും ഒരുത്തനും എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ചെയർ എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കത്തിലങ്സോയിൽ വാട്ടർഫാളിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോണെങ്കിൽ ഇനി 2 മണിക്കൂർ ഉള്ളിലേക്ക് നടക്കണം എന്നുള്ളത് കൊണ്ട് ഈ അരുവിയുടെ സൈഡിൽ തന്നെ മാഗി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ തകൃതിയായിട്ട് ഇവിടെ മാഗി എല്ലാം സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തീയെല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് വെള്ളവും മേടിച്ചു. ഇവിടെ എല്ലാവരും പുറമേ നിന്ന് വെള്ളം കുപ്പി മേടിച്ച് കുടിക്കുന്ന ടീംസാണ് കേട്ടോ. അതായത് നോർമൽ മിനറൽ വാട്ടർ. ഇവിടെ വെള്ളത്തിന് വേണ്ടി കാശ് ചിലവാക്കുന്നതിന് ഒരു കയ്യും കണക്കില്ല കേട്ടോ. 10 രൂപയാണ് വെള്ളത്തിൻ്റെ കുപ്പി, ചെറിയ കുപ്പിക്കുള്ളെങ്കിലും അത് ചിലവാക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. എല്ലാവരും എപ്പോഴും 2, 3, 4 കുപ്പിയൊക്കെ മേടിച്ച് കുടിക്കും ഒരു ദിവസം. അപ്പോൾ മാഗി കുക്ക് ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആസാമിലെ പിള്ളേരുടെ ഒപ്പമാണ് ഞാൻ ഇന്ന് മാഗി കുക്ക് ചെയ്യുന്നത്. മാഗി കുക്ക് ചെയ്ത് ഞങ്ങൾ പാത്രമില്ലാതെ കഴിക്കാൻ എങ്ങനെയാണെന്ന് തീരുമാനിച്ചു. ആദ്യം ഇവന്മാർ 2 ഇല വെട്ടാൻ വേണ്ടി പോയി. ഇവർ ഈ കാട്ടിനുള്ളിൽ വാഴയില തപ്പിപ്പോയതാണ്ടോ. വാഴയില തപ്പിപ്പോയിട്ട് കിട്ടാതായപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇഞ്ചിയുടെ ഇലയാണ്ടോ എടുത്തേക്കണം. ഇഞ്ചിയുടെ ഇല കുറേ എണ്ണം പറിച്ച് ഇപ്പോൾ അത് വെള്ളത്തിൽ കഴുകി എടുക്കുകയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഞ്ചിയുടെ ഇല നിലത്ത് കുറേ വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ മാഗി കൊട്ടി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. ആരും ഒന്നും ഒരു കറക്റ്റ് പ്ലാനും ഇല്ലാതെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം റാൻഡമായിട്ടാണ് എല്ലാം നടക്കുന്നത്. മാഗി കുക്ക് ചെയ്ത ചട്ടി അധികം ഉണങ്ങി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് വന്നു കേട്ടോ. ഞാനേതോ സെലിബ്രിറ്റി പോലെയാണ് ഇവരെന്നെ സ്വീകരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ പിള്ളേരോടൊപ്പം എങ്ങനെ പുറത്തു പോയി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതേപോലെ തന്നെ ഇവിടെ എല്ലാവരും. എൻ്റെ കൂടെ വന്നിരിക്കുന്ന എല്ലാ പിള്ളേർക്കും 18, 20 വയസ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങനെ തോന്നുകയില്ല. ഇവിടുത്തെ ആസാമീസ് ആളുകൾ പലതരത്തിലുണ്ട് കേട്ടോ. അതായത് ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചൈനക്കാരെ പോലെ തോന്നും. ചില ആൾക്കാർ കണ്ടാൽ സാധാരണ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആൾക്കാരെ പോലെ തോന്നും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എല്ലാവരും വളരെ സന്തോഷമാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറമേ നിന്ന് ഇങ്ങനെ ഒരാൾ, അതായത് കേരളത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ വന്ന് ഇവരുടെ കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
അതുകൊണ്ട് ഇവർക്ക് വലിയ കാര്യമാണ് കേട്ടോ എന്നോട്. 2 മാസം കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് കേരളത്തിലേക്ക് പോകണം. അപ്പോൾ ആ കാര്യം ഞാൻ ഇവരോട് പറയണം. അപ്പോൾ എന്തായാലും പോയിട്ട് തിരിച്ച് ആസാമിലേക്ക് വരണം. ആസാമിൽ വന്ന് ഫുള്ള് വീഡിയോ എടുത്തിട്ട് പോയാൽ മതി എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് കേരളത്തിലെ ആൾക്കാരോട് ഭയങ്കര കാര്യമാണ് കേട്ടോ. ഈ കാണാൻ പോയ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ എത്തുന്നതിന് മുമ്പ് അരുവിയുടെ സൈഡിൽ തന്നെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം എല്ലാം ചെയ്തത്. അപ്പോൾ അടുത്ത വട്ടം വരുമ്പോൾ എന്തായാലും ഉള്ളിലേക്ക് കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ താമസിക്കുന്നത് ധ്രുവ എന്ന് പറയുന്ന ചെക്കൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഇതേ അമ്മച്ചിമാരൊക്കെ നല്ല വെയിറ്റൊക്കെ കൊണ്ടുപോകണം. ഇവിടെ എല്ലാവരും നല്ല ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്ന നേരത്ത് അവിടെയുള്ള ചേട്ടന്മാരൊക്കെ നമുക്ക് ടാറ്റ വന്നു. ആസാമിലെ ആൾക്കാരെല്ലാം നല്ല ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നല്ല സീനറിയാണ് കാണുന്നത്. പോകുന്ന വഴിക്ക് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് ഞാൻ യൂട്യൂബർ ആണ് എന്നുള്ളത് മാത്രം, അല്ലാണ്ട് ഞാൻ ആരാണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റന്നാൾ നമ്മൾ മിസോറാമിലേക്ക് പോകണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.